പാലക്കാട്ടുകാർക്കിരിക്കട്ടെ ഈ ഒരു വീഡിയോ. പാലക്കാട് നെന്മാറയിൽ ഞാൻ വന്നപ്പോൾ ഞാനെടുത്ത ഒരു വീഡിയോ ഫുട്ടേജാണ് ഈ കാണുന്നത്. ഇതിന് ഞാൻ ഉപയോഗിച്ചത് ഡ്രോൺ ക്യാമറയാണ്. അത്യാവശ്യം നന്നേ ഹൈറ്റിൽ തന്നെയുള്ള ഒരു പനയുടെ മുകൾ ഭാഗമാണ് ഈ കാണുന്നത്. ആറ്റക്കിളികൾ കൂടുണ്ടാക്കുന്നതും ഈ ഒരു ഫുട്ടേജിൽ പെട്ടിട്ടുണ്ട്. ഈ ഒരു ആറ്റക്കിളി മാത്രം എന്താണ് ഇങ്ങനെ പല ടൈപ്പ് വീടുകൾ ഉണ്ടാക്കുന്നത്? ഇതിനെക്കുറിച്ച് അറിയുവാനുള്ള ആഗ്രഹം കൊണ്ടാണ് ചോദിക്കുന്നത്. ഈ കുഞ്ഞു വീടുകൾ ബാച്ചിലർ ഹൗസ് ആണോ അതോ പ്രൈവസി ആഗ്രഹിക്കുന്ന ഹസ്ബൻഡിന്റെയും വൈഫിന്റെയും ആണോ? ഈ 3 നിലയുള്ള വീടുകൾ ഗ്രാൻഡ് പാരൻസ്, പാരൻസ്, ചിൽഡ്രൻസ് എന്നിങ്ങനെയാണോ ഉദ്ദേശിക്കുന്നത്? ഈ 2 നിലയുള്ള വീടുകൾ പാരൻസ് ആൻഡ് ചിൽഡ്രൻസ് ഉദ്ദേശിച്ച് മാത്രമാണോ? നമ്മൾ എന്തൊക്കെ ചിന്തിച്ചാലും ഈ പറഞ്ഞ കിളികളുടെ മനസ്സിൽ എന്താണാവോ ഉള്ളതല്ലേ? ചിലപ്പോൾ നമ്മളെ പോലെ തന്നെ വിസിറ്റേഴ്സ് റൂമും ലിവിംഗ് റൂമും ഒക്കെ ഉണ്ടാവും അല്ലേ? ഈ ഒരു കിളിക്കൂട് കണ്ടോ? ഇതിൽ പഴയതിൽ തന്നെ പുതിയത് അറ്റാച്ച് ചെയ്ത് പണിതുകൊണ്ടിരിക്കുകയാണ്. ഒരു പക്ഷേ പുതിയ കുട്ടികൾ ജനിച്ചതുകൊണ്ടായിരിക്കാം, അതല്ലെങ്കിൽ ആരെങ്കിലും കല്യാണം കഴിഞ്ഞ് വരുന്നതാവാം. എന്തായാലും കിളിയുടെ ഐഡിയ കൊള്ളാല്ലേ. സ്വന്തമായിട്ട് താമസിക്കാനായിട്ട് സ്വന്തമായിട്ട് വീടുണ്ടാക്കി അടിപൊളിയായിട്ട് സന്തോഷിച്ച് താമസിക്കുന്നു. എന്താണല്ലേ, സൂപ്പർ. ഇവറ്റകൾ ഈ കൂട് ഉണ്ടാക്കുന്നത് കണ്ടിട്ട് ഞാൻ കണ്ണെടുക്കാണ്ട് കുറേ നേരം നോക്കിയിരുന്നു. എന്ത് നല്ല രസമായിരുന്നു. എൻ്റെ കൂടെ വന്ന ബ്രിട്ടീഷുകാരി പുള്ളിക്കാരിയും കുറേ നേരം നോക്കിയിരുന്നു. ദൂരം കൂടുതലായതുകൊണ്ട് തന്നെ ഡ്രോണിന്റെ ഡിസ്പ്ലേയിലാണ് ഞങ്ങൾ നോക്കി കണ്ടത് കേട്ടോ. കൂടെ ഉണ്ടായിരുന്ന ബ്രിട്ടീഷുകാരത്തേക്ക് വളരെയധികം അത്ഭുതം തോന്നി ഈ ഒരു കിളി ഇങ്ങനെ കൂടുണ്ടാക്കുന്നത് കണ്ടിട്ട്. ബ്രിട്ടീഷുകാർ എന്നോട് വീടിന്റെ ഡിഫറൻസിനെ കുറിച്ച് ചോദിക്കുവാൻ തുടങ്ങി. എന്തുകൊണ്ടാണ് ഈ കിളികൾ ഇങ്ങനെ പല തട്ടുകളുള്ള വീടുകൾ ഉണ്ടാക്കുന്നത് എന്നൊക്കെ. ഞാനുണ്ടാക്കിയ കഥയാണ് ഇത്. ഗ്രാൻഡ് പാരൻസിനും പാരൻസിനും ചിൽഡ്രൻസിനും, മറ്റേത് സിംഗിളായിട്ട് താമസിക്കുന്നവർക്ക് എന്നൊക്കെ ഞാൻ പറഞ്ഞതാണ്. സത്യം പറഞ്ഞാൽ എന്താണ് ഇതിൻ്റെ സത്യാവസ്ഥ എന്നെനിക്കറിയില്ല. ഞാൻ ചുമ്മാ ഒരു രസം തോന്നിയപ്പോൾ അങ്ങനെ പറഞ്ഞതാണ്. അപ്പോൾ ബ്രിട്ടീഷുകാർക്ക് ഒരു സംശയമായി, ലിവിങ് ടുഗെദർ ആരും ഇല്ലെന്ന്. ഇനിയിപ്പോൾ അതിൻ്റെ ഒരു കുറവ് വേണ്ട. ഇതിൽ കാണുന്ന ഒരു 1 ബെഡ്റൂമിൻ്റെ ഒരു കിളിക്കൂട് കാണിച്ചു കൊടുത്തിട്ട് ഞാൻ പറഞ്ഞു, ഈ കാണുന്നത് ലിവിങ് ടുഗെദർ ആണെന്ന്. ആ 2 കിളികളാണ് ലിവിങ് ടുഗെദർ എന്ന് പറഞ്ഞു. അപ്പോൾ പുള്ളിക്കാരത്തേക്ക് സന്തോഷമായി. ഏതായാലും ഇങ്ങനെയുള്ള കിളിക്കൂടുകൾ ഈ ഒരു രാജ്യത്ത് ഇവരാരും തന്നെ കണ്ടിട്ടില്ല. അതുകൊണ്ട് തന്നെ ഈയൊരു നേർക്കാഴ്ച പുള്ളിക്കാരത്തേക്ക് വളരെയധികം അത്ഭുതം തോന്നുന്ന ഒരു സംഭവം തന്നെ ആയിരുന്നു. ഈയൊരു സ്ഥലം വരുന്നത് നെന്മാറ ഭാഗത്തുള്ള വിത്തനശ്ശേരി എന്ന് പറയുന്ന ഒരു ഏരിയ ആണ് കേട്ടോ.